മാർ യൗസേപ്പിനെ ബഹുമാനിക്കാൻ ദൈവമാതാവും ആഗ്രഹിക്കുന്നു. മാനുഷികമായ ഐക്യത്തിൽ ഏറ്റവും അവഗാഢമായ ഒന്നാണ് ഭാര്യാഭർത്തൃ ബന്ധം. അവർ രണ്ടല്ല ഒന്നാണ് എന്ന് നമ്മുടെ കർത്താവ് യേശു മിശിഹ തന്നെ അരുളി ചെയ്തിട്ടുണ്ട്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുത് എന്നും ഈശോ കൽപ്പിച്ചു. അപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ഭാഗഭാഗിത്വമുണ്ട്. ഭർത്താവിന്റെ സമ്പത്തിലും നന്മകളിലും ഭാര്യയ്ക്കും അവകാശമുണ്ട്, അതുപോലെ ഭാര്യയുടേതിൽ ഭർത്താവിനും. അതിനാൽ പരിശുദ്ധ കന്യക അവിടുത്തെ പരിശുദ്ധ ഭർത്താവായ മാർ യൗസേപ്പിന്റെ മഹത്വവും ബഹുമാനവും ആഗ്രഹിക്കുമെന്നുള്ളത് അനുക്തസിദ്ധമാണ്. പരിശുദ്ധ കന്യകയ്ക്ക് മാർ യൗസേപ്പ് പിതാവിനോടും ചില കടപ്പാടുകളുണ്ട്. ഭർത്താവ് എന്നുള്ള നിലയിൽ തിരുകുടുംബത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ പരിശുദ്ധ കന്യക വന്ധ്യപിതാവിനോട് വിധേയമായിട്ടാണ് വർത്തിച്ചത്. യഹൂദന്മാരുടെ നിയമമനുസരിച്ച് അവിവാഹിത ജീവിതം നിഷിദ്ധമാണ്. എന്നാൽ പരിശുദ്ധ കന്യക കന്യാവ്രത പാലനത്തിന് സന്നദ്ധയായപ്പോൾ അതേ ആശയാദർശങ്ങളോട് പൊരുത്തപ്പെടുന്ന ഒരു വ്യക്തിയെ വരനായി ലഭിക്കേണ്ടിയിരുന്നു. മാർ യൗസേപ്പ് വിവാഹാനന്തരം വിരക്ത ജീവിതം നയിക്കുവാൻ സന്നദ്ധനായതും പരിശുദ്ധ കന്യകയുടെ പാതിവ്രത്യത്തെയും കന്യാത്വത്തെയും സംരക്ഷിച്ചു കൊണ്ടുപോകാൻ സന്നദ്ധനായതും നിമിത്തം പരിശുദ്ധ കന്യക മാർ യൗസേപ്പിനോട് അതീവ കൃതജ്ഞതയായിരിക്കണം. പരിശുദ്ധ കന്യക കന്യാവ്രതം പാലിക്കുന്നവരെ അനിതര സാധാരണമായ വിധം സ്നേഹിക്കുന്നു. അവരെ മഹത്വപ്പെടുത്തുകയും അനന്യ സാധാരണമായ ദാനവരങ്ങളാൽ സമ്പന്നരാക്കുകയും ചെയ്യുന്നതിൽ അതീവ തൽപരയാണ്. കൂടാതെ മാർ യൗസേപ്പ് പിതാവ് പരിശുദ്ധ കന്യകയെയും ഉണ്ണിമിശിഹായെയും അനേകം ആപത്തുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിൽ ഉത്സുകനായിരുന്നു. ഹെറോദസിന്റെ കോപാഗ്നിയിൽ നിന്നും ഉണ്ണിമിശിഹായെ രക്ഷിച്ചതിൽ പരിശുദ്ധ കന്യകയ്ക്ക് മാർ യൗസേപ്പ് പിതാവിനോട് അതിയായ കൃതജ്ഞതയുണ്ട്. മെസ്രേനിലെ പ്രവാസകാലത്തും നസ്രത്തിൽ പ്രത്യാഗമിച്ചതിനു ശേഷം വിശുദ്ധ യൗസേപ്പ് ഒരു മാതൃകാ ഭർത്താവ് എന്നുള്ള നിലയിൽ പരിശുദ്ധ കന്യകയെ അതിയായി സ്നേഹിക്കുകയും ഭക്ഷണം, വസ്ത്രം എന്നിങ്ങനെയുള്ള എല്ലാ സുഖ സൗകര്യാദിയിലും ശ്രദ്ധ ചെലുത്തുകയും ചെയ്തിരുന്നു. തിരുകുടുംബത്തെ പോറ്റിയത് മാർ യൗസേപ്പിന്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ടാണ്. ഇക്കാരണങ്ങളാലെല്ലാം മാർ യൗസേപ്പ് പിതാവിന്റെ മഹത്വം പരിശുദ്ധ കന്യക ആഗ്രഹിക്കുന്നു. പരിശുദ്ധ കന്യകയോട് നാം അപേക്ഷിക്കുമ്പോൾ അമ്മ നമ്മോട് ഇപ്രകാരം പറയുന്നുണ്ടാകണം: നിങ്ങൾ എൻ്റെ വിരക്ത ഭർത്താവായ മാർ യൗസേപ്പിന്റെ പക്കൽ പോകുവിൻ, അദ്ദേഹം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുന്നതാണ്. കൂടാതെ നാം മാർ യൗസേപ്പ് പിതാവിനെ ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന കാരണത്താൽ പരിശുദ്ധ കന്യക അനേകം അനുഗ്രഹങ്ങളും ദാനങ്ങളും നൽകാമെന്നുള്ളത് നിസ്തർക്കമാണ്. ഭർത്താവിന്റെ മഹത്വം ഭാര്യയുടേതും ഭാര്യയുടെ മഹത്വം ഭർത്താവിൻ്റെതുമാണല്ലോ. നമ്മുടെ വന്ധ്യപിതാവിനെ ബഹുമാനിക്കുമ്പോൾ പിതാവായ ദൈവത്തിനും ഈശോ മിശിഹായ്ക്കും പരിശുദ്ധാത്മാവിനും അതിലൂടെ മഹത്വം നൽകുന്നു. പരിശുദ്ധ കന്യകയെയും നാം സ്തുതിക്കുകയാണ്.